എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൾബറി ഇലയ്ക്കകത്ത് നിറച്ച് മൾബറി പഴങ്ങളാണ്. അതും ഞാൻ തന്നെ നട്ട് വളർത്തിയെടുത്ത ചെടിയിൽ നിന്ന് കിട്ടിയ പഴങ്ങളാണ്. നല്ല മധുരമാണ് കേട്ടോ. നല്ല ഈ കറുത്ത് തുടുത്ത പഴങ്ങൾക്ക് നല്ല മധുരമാണ്. നമുക്ക് പക്ഷേ ഇത് പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. വളരെ ഗുണമുള്ളൊരു പഴമാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല നഴ്സറി പോയിട്ട് നല്ലൊരു തൈ വാങ്ങിച്ച് നട്ടാൽ 1 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പഴുത്ത പഴങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോഴും നല്ല ഇനം തൈ മേടിച്ച് വെക്കണം. ചില തൈകളൊക്കെ ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം പിടിച്ച് നമ്മൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ 1 പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിക്കത്തില്ല. പക്ഷേ ഇത് ഇപ്പോൾ 3 വർഷമായി ഞാൻ നട്ട്. 3 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതായിട്ട് പഴങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പഴങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ ഓരോ വർഷവും ഇതിനെ ഇങ്ങനെ കോതി വിട്ട് കൊടുക്കണം. ഞാൻ വലിയൊരു ബക്കറ്റിലാണ് നട്ടേക്കുന്നത്. വലിയൊരു നല്ല വലിപ്പമുള്ളൊരു ബക്കറ്റിലാണ് നട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോഴതുകൊണ്ട് അത് നല്ല സേഫായിട്ട് അതിൽ തന്നെ വളരുന്നുണ്ട്. ഇനി എപ്പോഴും നനവോ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും നനച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് വാടിപ്പോവും അല്ലേൽ. ഇതുപോലെ ഈ പഴങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. നമ്മൾ തന്നെ ഒരു ചെടി നട്ട് അതിൽ നിന്ന് പഴമൊക്കെ എടുത്ത് തിന്നുന്നത് ഒരുപാട് സന്തോഷം. അതും പ്രത്യേകിച്ച് ഇതുപോലത്തെ അപൂർവമായിട്ടുള്ള പഴങ്ങൾ. ഇതൊക്കെ നമ്മൾക്ക് പുറത്തുനിന്ന് അധികം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈ ചോക്കും, നാക്ക് ചോക്കും. ഇതൊക്കെ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു. ഇതൊക്കെ ഞാൻ നാക്കിൽ ചേർത്ത് നാക്കിലും ഇതിൻ്റെ കളറടിച്ച് കയ്യിലും വിരലിലും ഒക്കെ ചോര കണക്കാക്കിയൊക്കെ നടക്കാനായിട്ട്. അതൊക്കെ കുട്ടിക്കാലത്തെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്.